ഹായ്. നമ്മളെ ഇന്ത്യയിലെ ആ ബ്രിട്ടീഷ് ഭരണാധികാരികളെ കുറിച്ച് ഇങ്ങനെ ക്രമമായി പറഞ്ഞു വരികയായിരുന്നല്ലോ. 1757 പ്ലാസി യുദ്ധത്തോടുകൂടി ബംഗാളിൽ ആദ്യമായിട്ടൊരു ഗവർണർ വരുന്നു, റോബർട്ട് ക്ലൈവ്. പിന്നെ 1773 റെഗുലേറ്റിംഗ് ആക്ടോടുകൂടി ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആവുന്നു വാറൻ ഹേസ്റ്റിങ്സ്. 1833 മൂന്നാം ചാർട്ടർ നിയമം അനുസരിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആവുന്നു വില്യം ബെന്റിക്ക്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടോടുകൂടി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയുമായിട്ട് മാറുന്നു കാനിങ് പ്രഭു. പിന്നെ കാനിങ്ങിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന വൈസ്രോയിമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ ക്രമമായി പറഞ്ഞു വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി എന്ന രീതിയിൽ കഴ്സനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ കഴ്സനെ കുറിച്ചാണ് പറഞ്ഞു പോയത്. അപ്പോൾ 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കഴ്സൺ. എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 18-നാണ്. 1905 ഒക്ടോബർ 18 ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി കഴ്സൺ ആയിരുന്നില്ല. കഴ്സൺ ബംഗാളിനെ വിഭജിച്ചു വെച്ചിട്ടങ്ങ് പോയി. അപ്പോൾ അത് നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് മിൻറ്റോ സെക്കൻഡാണ്, മിൻറ്റോ രണ്ടാമൻ. അദ്ദേഹമാണ് 1905 ഒക്ടോബർ 18 ബംഗാളിലെ വൈസ്രോയി ആയിരുന്ന, ബംഗാളിലെ വൈസ്രോയി അല്ല, ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആൾ അല്ലേ. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആള്. ദെൻ ഇനി ഇദ്ദേഹത്തിന്റെ കാലത്ത് പറയാവുന്ന ഒരു പ്രധാന സംഭവങ്ങൾ. 1906 നമ്മുടെ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു. 1906 ഇന്നത്തെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ഡാക്ക. 1906 ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ഡാക്കയിൽ വെച്ച് ആഖാ ഖാൻ, സലീമുള്ള, മൊഹസിൻ ഉൽ മുൽക്ക് ഇങ്ങനെ 3 പേര് ചേർന്ന് മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മിൻറ്റോ സെക്കൻഡ് ആയിരുന്നു. ശരിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വൈസ്രോയി എന്ന് നമ്മൾ മിൻറ്റോ സെക്കൻഡിനെ കുറിച്ച് പറയാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഉപദേശം കൂടി കേട്ടുകൊണ്ടാണ് ആഖാ ഖാനും സലീമുള്ളയും മൊഹസിൻ ഉൽ മുൽക്കും ചേർന്ന് മുസ്ലിം ലീഗ് രൂപീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടത് എന്നാണ് പറയുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് മിൻറ്റോ സെക്കൻഡാണ്. അതുപോലെ 1907 കോൺഗ്രസിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ, സൂററ്റ് സ്പ്ലിറ്റ്. കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിയുന്നു. ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയിമാർ തന്നെയാണ്, മിൻറ്റോ സെക്കൻഡ് തന്നെയാണ്. ഇനി മിൻറ്റോ സെക്കൻഡും മോർലി എന്ന് പറയുന്ന ഇന്ത്യ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും കൂടെ ചേർന്നിട്ട് ഒരു പരിഷ്കാരം കൊണ്ടുവന്നല്ലോ, 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം അത് എന്താണ്? മിൻറ്റോ മോർലി പരിഷ്കാരമാണ്. മിൻറ്റോ മോർലി പരിഷ്കാരം.